ആദ്യകാലത്ത് നിർമ്മിച്ച ലളിതമായ തറകളിൽ, അതായത് മസ്തബകളിൽ നിന്ന് പരീക്ഷണങ്ങൾ നടത്തിയാണ് അവർ പിരമിഡ് ഡിസൈനിലേക്ക് എത്തിയത്. നിർമ്മാണത്തിനിടയിൽ പറ്റിയ പിഴവുകൾ വരെ അവർ നടത്തിയ പരീക്ഷണങ്ങളുടെ ശാസ്ത്രീയ തെളിവാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ താമസിച്ച ഗ്രാമങ്ങളും അവർ ഉപയോഗിച്ച ചെമ്പുളികളും ഉപകരണങ്ങളും ആർക്കിയോളജിസ്റ്റുകൾ ഖനനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചു. പപ്പറൈസ് രേഖകൾ ബോട്ട് വഴി കല്ലുകൾ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനു ചുറ്റും മരുഭൂമിയല്ലേ? അവിടെ എവിടെ നിന്നാണ് ബോട്ട് ഓടിക്കാൻ വെള്ളം? ഇതിനാണ് 2024 അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന വിൽമിംഗ്ടൺ തെളിവ് കണ്ടെത്തി. സാറ്റലൈറ്റ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണ്ണിലടിയിൽ നടത്തിയ പരിശോധനയിൽ അവർ ഒരു കാര്യം കണ്ടെത്തി. അഹ്റമദ് നദി, ഇന്ന് കാണുന്ന വറ്റിവരണ്ട മരുഭൂമിക്കടിയിൽ ഏകദേശം 64 കിലോമീറ്റർ നീളത്തിൽ നൈൽ നദിയുടെ ഒരു കൂറ്റൻ ശാഖ ഒഴുകിയിരുന്നു. ഗിസയിലെ പ്രശസ്തമായ പിരമിഡുകൾ ഉൾപ്പെടെ 31 പിരമിഡുകൾ ഈ പുരാതന നദീശാഖയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നതായി പഠനം കണ്ടെത്തി. അന്ന് ഈജിപ്തുകാർ കല്ലുകൾ ബോട്ടുകളിൽ കയറ്റി കൊണ്ടുവന്നത് ഈ വാട്ടർ ഹൈവേ വഴിയാണ്. അപ്പോ പാപ്പറൈസ് രേഖകളിൽ പറഞ്ഞത് എത്രമാത്രം ശരിയാണ്? ചുരുക്കത്തിൽ പിരമിഡുകൾക്ക് പിന്നിൽ ഏലിയൻസ് മാജിക്കോ സൂപ്പർ പവറോ അല്ല, പുരാതന ഈജിപ്ഷ്യൻ ജനതയുടെ അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് പ്രാഗൽഭ്യവും കൃത്യമായ ആസൂത്രണവുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.